കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞുള്ളൂന്ന് വെക്കാം. നിനക്കെന്ത് പറ്റിയടാ ഭാസ്കർ? അക്കൗണ്ട്സ് ഒക്കെ നോക്കായിരുന്നു അച്ഛാ. ചെയ്ത ജോലി എത്ര തവണ ചെയ്യൂടാ നീ? എഴുതുന്ന കണക്ക് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കൂ. ഏടാ അഖിൽ, നിന്നെ ഏൽപ്പിച്ച പണി എന്തായി? ഞാൻ ചെയ്യാം അച്ഛാ, ഞാൻ ചെയ്യാം. എപ്പോ ചെയ്യുന്നു? രണ്ടുപേരും ഇപ്പോഴും കുട്ടികളാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ? അഭി ഒറ്റയ്ക്ക് എന്തൊക്കെ ജോലികളാ ചെയ്യുന്നത്? എടാ ഭാസ്കർ, നിനക്ക് ബിസിനസിനെ പറ്റി അറിയാത്തോണ്ടല്ലേ കണക്കെഴുതുന്ന പണി അഭി നിന്നെ ഏൽപ്പിച്ചത്? ആ പണി പോലും നീ മര്യാദക്ക് ചെയ്യുന്നില്ലല്ലോ. ഒരു ലിമിറ്റ് വരെ മണ്ടത്തരങ്ങൾ സഹിക്കാൻ പറ്റൂ. അതിനപ്പുറത്തേക്കായാൽ അത് പോക്കൃത്തരമാണെന്ന് പറയും. നിന്റെ കുട്ടികൾ ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കുക. നീ ഇനിയും നന്നായില്ലെങ്കിൽ എങ്ങനെയാ? നീ എന്താടാ അഖിൽ, നീ ഇപ്പോഴും ചെറിയ കുട്ടിയായതുകൊണ്ടാ അഭി നിനക്ക് വലിയ വലിയ ജോലിയൊന്നും തരാത്തത്. ആ ചെറിയ ചെറിയ ജോലി പോലും ചെയ്യില്ലെന്ന് വെച്ചാൽ എങ്ങനെയാ? വീട്ടിൽ ഒരുത്തം മാത്രം ജോലി ചെയ്ത് എല്ലാവരെയും പോറ്റണമെന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. ജോലി കൂടുതൽ കാരണം അഭി എന്തുമാത്രം കഷ്ടപ്പെടുന്നെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അഭി ആയതുകൊണ്ട് ബിസിനസ്സിനോടൊപ്പം മറ്റു കാര്യങ്ങളും കൂടി തലയിലെടുത്ത് വെക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്കെന്തോ ഒറ്റയ്ക്കൊരുത്തം കിടന്ന് കഷ്ടപ്പെട്ടാലും അവനവന് സമ്പാദ്യം കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാടാ നീയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നേ? അഭിയുമായി താരതമ്യം ചെയ്ത് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. നിങ്ങൾ മൂന്നുപേരും എനിക്കൊന്നുപോലെയാ. നിങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം. എന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ ജീവിതവുമുണ്ട്, ഭാര്യയും മക്കളുമുണ്ട്. അവരെക്കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ജ്യേഷ്ഠനും അനിയനും വേണ്ടി അഭി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടുമായിരിക്കാം. എന്നാൽ അഭി എന്തിനു ഒറ്റയ്ക്ക് കഷ്ടപ്പെടണം? നാളെ വസു അവനോട് ഇത് ചോദിച്ചാൽ അവൻ എന്ത് മറുപടി പറയും? അതുപോലെ നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ? നിങ്ങളെ ഓർത്ത് വിഷമിക്കണോ അതോ പേടിക്കണോ എന്ന് പോലും എനിക്കറിയില്ല. രണ്ട് ചക്രങ്ങളും ഒരുപോലെ ഉരുണ്ടാലേ വണ്ടി ഓടൂ. അതുപോലെ നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് നിന്നാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകൂ. നിങ്ങളുടെ അച്ഛനായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. വേറൊരാളെ കൊണ്ട് ഇങ്ങനെയൊന്നും പറയിക്കരുത്. അമ്മേ, അഭിമോനുണ്ടായിരുന്നപ്പോ ഈ മുറി ഒരു പുലിമട പോലെയായിരുന്നു. ഇപ്പോ എന്തൊരു ശാന്തമാണ് ഈ മുറി. ഹായ്, ഹായ്, എന്തൊരു പതുപതുത്ത മെത്തേ ഇത്. റൂം കണ്ണാടി പോലെ ഇരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വെച്ചൂടാ? ഇതവളുടെ ആദ്യത്തെ കല്യാണം അല്ലല്ലോ, രണ്ടാമത്തെ കെട്ടല്ലേ. എനിക്കും രണ്ടാമത് കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ വൃത്തിയായിട്ട് ഞാനും സൂക്ഷിച്ചേനെ. എന്തൊരു മണ! വീണ്ടും കല്യാണം കഴിക്കാൻ കൊതിയാവണു. ആശ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഈ ജന്മത്തിൽ ഇതേ ഉള്ളൂ. അബിയുടെയും വസുവിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കായിരിക്കും. കൊച്ചുമോനും കാർത്തികയും എപ്പോഴും കൊഞ്ചിക്കൊഴഞ്ഞായിരിക്കുന്നേ. അപ്പോ ഇവര് രണ്ടുപേരും എങ്ങനെയായിരിക്കും?
എന്താ മോളെ നീ എന്നെ എങ്ങനെ നോക്കുന്നേ? നിന്റെ റൂമിൽ വന്നതുകൊണ്ടാണോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ഇളയമ്മേ. ഇത് നിങ്ങളുടെ വീട്, എവിടെ വേണേലും ഇളയമ്മയ്ക്ക് വരാം. പേരിന് മാത്രമാണ് ഈ വീട്. ഈ വീട്ടിലുള്ളതൊന്നും എനിക്ക് സ്വന്തമേ അല്ല. നിന്നെ കാണാനാ വന്നത്. വാ, ഇവിടെ ഇരിക്കി. ഈ വീടൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നിന്റെ അമ്മായി ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാ കാര്യായിട്ടെടുക്കണ്ട. അമ്മായിയമ്മയുടെ മരുമോളുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ സാധാരണല്ലേ? അതൊന്നും കുഴപ്പമില്ല ഇളയമ്മേ. ഞാൻ നിനക്ക് അമ്മയെ പോലെയാ. ഒരുപക്ഷെ ഞാനെന്തെങ്കിലും പറഞ്ഞാലും നീ അത് കാര്യായിട്ടൊന്നും എടുക്കണ്ട. അല്ല, അബി നിന്നോട് എങ്ങനെയാ? നന്നായിട്ട് തന്നെയാ പെരുമാറുന്നത്. അത് പിന്നെ നിങ്ങൾക്കിടയില് മറ്റു വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇവരെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്താ ഇത്? കേട്ടുടനെ അവൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞങ്ങൾക്കിടയിൽ വേറൊന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാ ഇവര് ചെന്ന് അമ്മയോട് പറയൂ. അതൊക്കെ ഒരുപക്ഷെ അമ്മ അറിഞ്ഞ എന്നെ വീണ്ടും വഴക്ക് പറയില്ലേ? എന്താ ഇവളിത്ര ആഴത്തിൽ ആലോചിക്കാൻ? ഒന്നും നടക്കുന്നൊന്നില്ലേ? എല്ലാം നടക്കുന്നുണ്ടെന്ന് പറയാം, അതാ നല്ലത്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ മോളെ, ചോദിക്കാൻ പാടില്ലാത്ത വല്ലതും ഞാൻ ചോദിച്ചോ? അതൊന്നും സാരില്ല എന്റെ ഇളയമ്മേ. എന്നാ പിന്നെ മറുപടി പറ. ചോദ്യം ചോദിക്കുമ്പോ നാണിച്ച് തലതാഴ്ത്തിയാൽ എങ്ങനാ? ഇളയമ്മയ്ക്ക് അറിഞ്ഞൂടെ? എടി ഭയങ്കരി, അപ്പോ അഭിയെ നീ കറക്കിയെടുത്തല്ലേ? അത് അവന് അവന്റെ ആദ്യത്തെ ഭാര്യയെ മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ നിന്നോട് എങ്ങനെയാന്ന് ചോദിച്ചേ. അതൊക്കെ ഞാനെങ്ങനെ അറിയാനാ ഇളയമ്മേ? അതും ശരിയാ, നീ ഒരു പെണ്ണല്ലേ, ഒറ്റയ്ക്ക് നിനക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ടിരിക്കല്ലേ? ഇവളോട് ഇപ്പൊ എന്തിനാ ചോദിച്ചേ? ഇവൾ ഇത്രയ്ക്ക് സന്തോഷിക്കുമ്പോ എനിക്ക് എങ്ങനെ മനസമാധാനം കിട്ടും? എന്റെയും കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സന്തോഷായിട്ടിരിക്കായിരുന്നു. നല്ലത് നടക്കാൻ വേണ്ടി കാക്കയ്ക്കും കുരുവിക്കും വരെ കല്യാണം നടത്തുന്നു. ഞാൻ സന്തോഷായിട്ടിരിക്കാൻ വേണ്ടി എന്റെ കല്യാണം നടത്തുന്നില്ലല്ലോ. അപ്പൊ ശരി മോളെ, സന്തോഷായിട്ടിരിക്കി. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ ഇളയമ്മേ. ഇവള് സത്യാണോ പറഞ്ഞത് അതോ കള്ളാണോ? സത്യായിരിക്കും. അഭിമോൻ ഇന്നു മുതൽ സന്തോഷമുള്ള ദിവസമായിരിക്കല്ലോ. അയ്യോ, തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. ദൈവം ഇനി അതങ്ങനെ സാധിച്ചു തരുമോ? അതൊന്നും സത്യാവല്ലേ? അയ്യോ. ഏയ്, നീ എന്താ ഡോർ ലോക്ക് ചെയ്തേ? അച്ഛനെന്ന് കിട്ടി വഴക്ക് പോരഞ്ഞിട്ടാണോ? ഇനി നിന്നെ കൊഞ്ചിക്കണമെന്ന് പറഞ്ഞോണ്ട് വന്നിരിക്കുക. എന്നെ കൊണ്ടെങ്കിലും വയ്യ, നീ പോയി വിടുന്നു. നിനക്കിങ്ങനെ സംസാരിക്കാൻ നാണോ ഇല്ലേ? നിങ്ങളെന്തിനെതിരെ നാണിക്കുന്നേ? അച്ഛൻ പറഞ്ഞ കാര്യത്തില് എന്താ തെറ്റുള്ളത്? എനിക്കതിൽ നാണക്കേടൊന്നും ഇല്ല ഭവനെ, വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ വിഷമിക്കാൻ വേണ്ടിയൊന്നും അല്ല, ഞാൻ നന്നാവാൻ വേണ്ടി അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. തനിക്കൊപ്പം വളർന്ന മകനോടാണോ ഒരച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ?
കണക്ക് നോക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല ഭാവനെ. അബിയെപ്പോലെ സ്മാർട്ടായിട്ട് സംസാരിക്കറിയില്ല. അബിയെപ്പോലെ മുന്നേറാനായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ പറ്റൂ. അതിന് നമുക്കൊരു ആഗ്രഹം വേണം. ജീവിതം മുഴുവൻ ഇങ്ങനെ പോയാൽ അതിനെന്താ അർത്ഥം? ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല. അഭിയേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കും ഇഷ്ടം. ജോലിയെല്ലാം പെട്ടെന്ന് പഠിക്കണം. ഇതിനു മാത്രം പഠിക്കാൻ എന്താ ഉള്ളത്? നിനക്കെല്ലാം അറിയാലോ. നിന്റെ അഭിയേട്ടനും ഭാസ്കരേട്ടനും പോലും നിന്റെ അത്രയും ജോലി ചെയ്യില്ല. അഭിയോ അഖിലും ജോലി ചെയ്യുമ്പോ നിങ്ങൾ മാത്രം വഴക്ക് കേട്ടോണ്ടിരിക്കുക. നമുക്കും 2 കുട്ടികളുള്ളതാ. അവരെ പറ്റി ഓർത്തിട്ടെങ്കിലും നിങ്ങളൊന്ന് മാറിയേ മതിയാവൂ. ഞാനൊരു മടിയനോ പൊട്ടനോ ഒന്നും ആയതുകൊണ്ടല്ല, എനിക്ക് പേടിയായതുകൊണ്ടാ. അഖിൽ, നീ ആരെയാ ഇത്രയ്ക്ക് പേടിക്കുന്നേ? നീ എന്താ കഴിവില്ലാത്തവനാണോ? ചേട്ടന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ജോലി നിനക്ക് ചെയ്തൂടെ? നീ ഓക്കെ എന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ എന്റെ മോം ഡാഡിയോട് പറഞ്ഞ് നിനക്ക് ഇവന്റ്സ് അറേഞ്ച് ചെയ്ത് തരാം. സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാം. നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ഏട്ടാ, നാളെ നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണമെന്ന് അച്ഛൻ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞ നിങ്ങൾ ഗുമസ്തനെ പോലെ ഇങ്ങനെ കണക്കെഴുതിക്കൊണ്ടിരിക്കോ? എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഭാവനെ. നോക്ക്, ഒറ്റയ്ക്ക് പോയി ബിസിനസ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാർത്തിക. മേലല്ല ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. അപ്പൊ പിന്നെ എന്നും ഇങ്ങനെ അച്ഛന്റെ കീഴിൽ ഇരുന്നാ മതിയോ? അച്ഛൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞത്. നിങ്ങളെയൊക്കെ പിരിക്കണമെന്ന് അച്ഛൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നാ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചേ. ഞാൻ എന്ത് ചെയ്യണമെന്നാ ഭാവനെ പറയുന്നേ? നിന്റെ ഇഷ്ടം പോലെ ചെയ്തു അഖിൽ. ഇനി ഒന്നിലും ഞാൻ ഇൻവോൾവ് ആകില്ല. നീ എന്തിനെങ്ങനെ ഒച്ചയെടുക്കുന്നേ? അമ്മ എങ്ങനെ കേൾക്കും? ഞാൻ കേൾക്കുമെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞില്ലേ? ഏട്ടൻ മനസ്സിലെ ഭയമെല്ലാം കളഞ്ഞിട്ട് ധൈര്യശാലിയായിട്ട് ജീവിക്കാൻ പരിശ്രമിക്ക്. ദൈവം എന്ന് ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ധൈര്യം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ കാർത്തിക. ഇനി അച്ഛനെ കൊണ്ട് ഞാൻ നല്ലത് മാത്രമേ പറയിക്കൂ. നീ ഓക്കെ അല്ലേ? ലവ് യു ബേബി. ഹലോ മൈ ലിറ്റിൽ ഹാർട്ട്സ്. ഇന്ന് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് പോവാം. അച്ഛാ, ഞാനാ ഇന്ന് അച്ഛന്റെ അടുത്ത് ഇരിക്കുന്നേ. ഇല്ല, ഞാനാ ഇന്ന് അച്ഛന്റെ അടുത്ത് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കുക ആരിയിരിക്കണമെന്ന്. ജസ്റ്റ് കം. വാ. എന്നാ പിന്നെ ടോസ് ചെയ്യാ അച്ഛാ. എന്തിന്? ഹെഡ് വീണാൽ ഞാൻ, ടെയില് വീണാൽ ഇവള്. വിൻ ചെയ്യുന്ന ആൾ അച്ഛന്റെ അടുത്തിരിക്കും. ഓക്കെ. ആർക്കാണ് ഹെഡ്സ്? എനിക്ക്. അപ്പൊ ടെയിൽസ്? എനിക്ക്. ടെയിൽസോ ഹെഡ്സോ? ഹെഡ്സോ ടെയിൽസോ? അതോ ടെയിൽസോ ഹെഡ്സോ? ഓക്കെ, ഓപ്പൺ ചെയ്യണേ. ടെയിൽസ്. ഹേ, ഞാനാ വിൻ ചെയ്തേ. ഓക്കെ ഓക്കെ, വിഷമിക്കണ്ട. നാളെ മുതൽ ഇങ്ങനത്തെ ഒരു ടോസും വേണ്ട. നീയാണ് എന്റെ അടുത്ത് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ? താങ്ക് യു അച്ഛാ. ഓക്കെ, എന്നാ പോവാം. വാ മോളെ. ഡാഡിക്ക് ഇന്ന് ഇവിടെ അടുത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞപ്പോൾ നിങ്ങളെ വിളിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു.
എല്ലാ ദിവസവും അച്ഛനാണ് വരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്ക് നോക്കാം മോളെ. ഇതിനു മുമ്പേ അച്ഛനാണല്ലോ വന്നിരുന്നത്. പുതിയ അമ്മ വന്ന ശേഷം അച്ഛൻ ഞങ്ങളെ മൈൻഡ് ചെയ്യാറേ ഇല്ല. അങ്ങനൊന്നുമില്ല മോളെ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അച്ഛനിപ്പോ പഴയതുപോലെ ഒന്നുമല്ല. അച്ഛനിപ്പോ ഒരുപാട് മാറിപ്പോയി. ഞാൻ ഒരിക്കലും മാറില്ല മക്കളെ. എപ്പോഴും നിങ്ങളാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ എന്തിനാ ആ ഉണ്ണിക്ക് ഗിഫ്റ്റ് കൊടുത്തത്? അത് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടില്ലേ? എന്നാലും അവനച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. തെറ്റ്. ഉണ്ണി നിങ്ങളുടെ രണ്ടുപേരും ചേട്ടനാണ്. അവനെങ്ങനെ ഞങ്ങളുടെ ചേട്ടനാവും? ഞങ്ങൾ സമ്മതിക്കില്ല. മക്കളെ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ 3 പേരും എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം. ഞങ്ങൾ അവന്റെ കൂടെ കൂട്ടുകൂടില്ല. അവനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കമോൺ കീർത്തി, അനു, ഉണ്ണി നിങ്ങളോട് നന്നായിട്ടല്ലേ പെരുമാറുന്നത്. അവനുമായിട്ട് കൂട്ടില്ല. അവനെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്. പാവം, ഇറക്കി വിട്ടാ അവൻ എങ്ങോട്ട് പോകും? അവനവന്റെ വീട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വീടാണ് അവന്റെ. അത് പറ്റില്ല. അവൻ നമ്മുടെ വീട്ടിൽ വേണ്ട. അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ണി നിങ്ങളുടെ ചേട്ടനാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. എന്തുപറ്റി? ദേഷ്യമാണോ? നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ നിറയെ ചോക്ലേറ്റ്സ് വാങ്ങിച്ചു തരാം. ഓക്കെ? അവനും കൂടി വാങ്ങി കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഉണ്ണിക്കും വാങ്ങിക്കും. ഞങ്ങൾക്കൊന്നും വേണ്ട. എല്ലാം അവന് തന്നെ വാങ്ങിച്ചു കൊടുത്തോ. എന്തൊക്കെയത്? ഇവര് ഉണ്ണിയായിട്ട് ഒരു വിധത്തിൽ ഒത്തുപോകുന്നില്ലല്ലോ. തുടക്കത്തിൽ തന്നെ ഇത് സോൾവ് ചെയ്തേ പറ്റൂ. നിങ്ങൾ 2 പേരും നല്ല കുട്ടികളാണോ അല്ലയോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡാഡി പറഞ്ഞൊരു കാര്യം കേൾക്കൂ. കേക്കും. വെരി ഗുഡ്. പുതിയ അമ്മ നല്ലവരാണ്, ഉണ്ണി നല്ല കുട്ടിയാണ്, നിങ്ങളും നല്ല കുട്ടിയാണ്. ഓക്കെ? രണ്ടാളും എനിക്ക് പ്രോമിസ് ചെയ്. വെരി ഗുഡ്. അപ്പൊ ഇനി ഡാഡി പറഞ്ഞ കാര്യങ്ങളെല്ലാം മക്കൾ കേൾക്കും. ഓക്കേ അച്ഛാ. ശരി അച്ഛാ. താങ്ക് യു. ഈ വഴിക്ക് എന്തിനാ അച്ഛാ പോകുന്നേ? ഉണ്ണിയെ പിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഉണ്ണിയെ നമ്മൾ തന്നെ പിക്കേണ്ടി വരുമോ? അങ്ങനെ പറയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഹായ് അച്ഛാ. ഹായ് ഉണ്ണി, ബക്കർ. അച്ഛാ, ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നോട്ടെ? അച്ഛാ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നത് അവൻ കണ്ടില്ലേ? കണ്ടോ? ഇത് കണ്ടിട്ടും അവൻ പറഞ്ഞത് കേട്ടോ? ഉണ്ണി, അത് ഇറ്റ്സ് ഓക്കേ അച്ഛാ. ഞാൻ പുറകിലത്തെ സീറ്റിലിരുന്നോളാം. കം. എന്നാ പോവാം. ഓക്കെ മൈ ലിറ്റിൽ ഏഞ്ചൽസ്, ഇന്ന് സ്കൂളിൽ എന്തായിരുന്നു വിശേഷം? മിസ് എന്നോടൊരു എലിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ഇവള് ഒരു പൂച്ചയുടെ പടം അച്ഛാ വരച്ചത്. അപ്പൊ ഞാൻ കാറ്റ് മൗസിനെ വിഴുങ്ങിയെന്ന് പറഞ്ഞു. അച്ഛാ, അച്ഛാ, ഞാനും കൂടി സ്കൂളിൽ നടന്ന കാര്യം പറയട്ടെ? നീയൊന്നും പറയണ്ട. ഞങ്ങളുടെ അച്ഛനെ നീ അച്ഛാന്ന് വിളിക്കരുത്. അതെ, ഞങ്ങളുടെ അച്ഛൻ നിന്റെ അച്ഛനാവില്ല. അനു, കീർത്തി, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ നല്ല കുട്ടികളാണെന്നല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ആ ഉണ്ണി, നിന്റെ ക്ലാസ്സിൽ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല അച്ഛാ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം കഴിച്ചാലോ? ഒരുപാട് ഐസ്ക്രീംസ് വാങ്ങിക്കാം, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്.
എല്ലാം ഞങ്ങൾക്ക് മാത്രമല്ലേ അച്ഛാ? ഉണ്ണിക്കൊന്നും വാങ്ങി കൊടുക്കരുത് അച്ഛാ.